നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 245-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനും ജേർണലിസ്റ്റും ഒക്കെയായ ശ്രീ ഡോക്ടർ അമാനുള്ള അടക്കാങ്ങരയെക്കുറിച്ചിട്ടാണ്. ഞങ്ങൾ നേരിൽ കണ്ടിട്ട് ഏകദേശം 24 വർഷത്തോളമാവുന്നു. ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ എഴുതാറുണ്ട്, അല്ലാണ്ട് ഈ 24 വർഷത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ സാഹിത്യ ജീവിതത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ അമാനുള്ള. 1989 മുതൽ 2004 വരെ ഖത്തറിലെ ജീവിതം മറക്കാവുന്നതല്ല. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ cyberwit.net പബ്ലിഷ് ചെയ്ത ഡോക്ടർ VK മോഹൻ അവതാരിക പ്രൊഫസർ എഴുതിയ ആത്മനൊമ്പരങ്ങൾ അഗ്നിയിലാവഹിച്ച 9 വർഷങ്ങൾ എന്ന സൃഷ്ടി, കുറേ കവിതാ സമാഹാരങ്ങളും നാടകവും നോവലും ചെറുകഥയും ഒക്കെ എഴുതി കൂട്ടിയത് ഖത്തറിലെ 10-16 വർഷത്തെ ജീവിത കാലത്തിനിടയിലാണ്. അദ്ദേഹം എപ്പോഴും ഖത്തറിൽ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് 10-24 വർഷത്തിന് ശേഷവും അദ്ദേഹത്തെ ഓർമ്മിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് പറയാനും ഞാനിവിടെ മുതിരുന്നത് എന്തെന്നാൽ, എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഞാൻ എഴുതുന്ന കാലത്ത് എനിക്ക് വേണ്ട പ്രോത്സാഹനവും എന്നെക്കുറിച്ച് പലതവണ ഇന്ത്യൻ കൾച്ചർ സെൻ്ററിലും വിവിധ ഇടങ്ങളിലും വന്ന് ഞങ്ങൾ സംസാരിക്കുകയും ഖത്തർ കോർണിഷിൽ ഇരുന്ന് ചിലപ്പോഴൊക്കെ വളരെ അവിചാരിതമായി കണ്ടാലായി കണ്ടില്ലെങ്കിലായി ആ തരത്തിലൊക്കെയാണ് ഞാനും അദ്ദേഹവുമായി സാഹിത്യവും എഴുത്തും അതിനെക്കുറിച്ചൊക്കെല്ലാം സംസാരിക്കുന്നതും. എൻ്റെ ചില പുസ്തകങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനൊരു 10-20 തവണ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എഴുത്തിനോടുള്ള സമീപനവും ജീവിത പ്രയാസങ്ങൾക്കിടയിലും വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഉള്ള ആ കാലഘട്ടത്തിൽ എന്നെക്കുറിച്ച് അദ്ദേഹം സൗദിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്ന മലയാളം ന്യൂസ് എന്ന പത്രത്തിൽ ഒരു ഗംഭീരമായ ഒരു ന്യൂസൊന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് എനിക്കും എൻ്റെ സാഹിത്യ പ്രവർത്തനം കിട്ടിയ ഒരു വലിയ അവാർഡായി ഞാനിന്നും കരുതുന്നു. മലയാളം ന്യൂസ്, യിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്ന അറേബ്യ, ഖത്തറിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പെനിൻസുല, ഗൾഫ് ടൈംസ്, അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളിലും എൻ്റെ ഇൻ്റർവ്യൂവും എന്നെക്കുറിച്ചുള്ള എൻ്റെ സാഹിത്യ സബരിയെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുമെല്ലാം വന്നെങ്കിലും അതിൻ്റെ മുൻപന്തിയിൽ കഴുത്തിൽ അണിഞ്ഞൊരു രത്നമാല പോലെ അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയ ആ അഭിമുഖം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കാരണം ഒരു വ്യക്തിയെ വളരാൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിയെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം എഴുതി തെളിയണം.
കാലത്തിന് അനിവാര്യമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നൊക്കെ അന്ന് ജേർണലിസ്റ്റായിരുന്ന അദ്ദേഹം എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ വളരുന്നതോടൊപ്പം നീയും വളരണം എന്നുള്ള ഒരു വിശാലമായ ഒരു കൺസെപ്റ്റ്, വിശാലമായ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം എഴുതിയത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സാഹിത്യരചന തപസ്യയാക്കിയ എഴുത്തുകാരൻ അമാനുല്ല വടക്കാങ്ങര. ഇത് പ്രസിദ്ധപ്പെടുത്തുന്നത് 2000 നവംബർ ചൊവ്വാഴ്ച 28-ാം തീയതിയാണ്. ഫസ്റ്റ് മലയാളം ഡെയിലി പബ്ലിഷ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള തലക്കെട്ടിൽ മലയാളം ന്യൂസിൽ വന്ന അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയൊരു ഇൻ്റർവ്യൂ ആണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. സാഹിത്യരചന തപസ്യയാക്കിയ എഴുത്തുകാരനാണ് ശരവൺ മഹേശ്വർ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന രവികുമാർ. പ്രവാസ ജീവിതം പല എഴുത്തുകാരെയും നിഷ്ക്രിയരും ഉദാസീനരുമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും പ്രവാസ ജീവിതത്തെ ക്രിയാത്മകമായി വിനിയോഗിച്ചാണ് രവികുമാർ തൻ്റെ സാഹിത്യ സബരിയ സാർത്ഥകമാക്കുന്നത്. കവിത, നോവൽ, നാടകം, തിരക്കഥ, ചെറുകഥ, യാത്രാവിവരണം തുടങ്ങി സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ തൻ്റേതായ സംഭാവനകൾ അർപ്പിച്ചു വരുന്ന ഇദ്ദേഹത്തിൻ്റെ കടപ്പാട് എന്ന കവിതാ സമാഹാരത്തിൻ്റെ അവതാരികയിൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി, ശരവൺ മഹേശ്വർ പേരുകേട്ട ഓർമ്മ തോന്നുന്നുണ്ടല്ലോ? അതെ അതെ, അപ്പുവേട്ടനോട് എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവ്. കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ആൾ ചെറുപ്പമാണ്, സുന്ദരനും വേണ്ടത്ര ആരോഗ്യവുമുണ്ട്. ഒത്ത മനുഷ്യനാകാൻ പോവുകയാണ്. കവിയായിട്ടായിരിക്കും ജനിച്ചത്. നാദബ്രഹ്മത്തിൻ്റെ അനന്തമായ വിഭ്രമം. ഗായകനല്ലല്ലോ, കവിത എപ്പോഴും ഗാനമാണ്. ആൾ കവിയാകുന്നു. അനുഭവിച്ച് ആലോചിച്ച് നല്ല നല്ല കവിതകൾ എഴുതുക. ജീവിതത്തെപ്പറ്റി, ജനന മരണങ്ങളെപ്പറ്റി, സുഖദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കുക. ഭൂഗോളം, ക്ഷീരപഥം, സൗരയൂഥം, അണ്ടകടാഹം, പ്രപഞ്ചങ്ങൾ, അങ്ങനെയും പോകട്ടെ ചിന്തകൾ. ബഷീറിൻ്റെ വാക്കുകൾ ഈ യുവഗ്രന്ഥകാരനെ വല്ലാതെ സ്വാധീനിച്ചു. മനുഷ്യ പ്രപഞ്ചത്തോളം വിശാലമായ ഭാവനയുടെ മേച്ചിൽപ്പുറത്തുകൂടി ഓട്ടപ്രദർശനം നടത്തുമ്പോഴും ജീവിതഗന്ധിയായ ഏതാനും സാഹിത്യകൃതികൾ മലയാളത്തിന് സമ്മാനിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ചെറുപ്പം മുതലേ സിനിമയോട് ഭ്രാന്തമായ ആവേശം തോന്നിയ രവികുമാർ 17 വയസ്സുള്ളപ്പോഴാണ് പ്രഥമ രചന മുന്നിൽ ശൂന്യമാം ചക്രവാളം എന്ന ശീർഷകത്തിൽ രചിച്ചത്. കരിങ്കൽ ക്വാറി തൊഴിലാളികളുടെ ജീവിതകഥ പറയുന്നു ഈ കഥ. സംഗീത സംവിധായകൻ നൗഷാദ്, GS പണിക്കർ എന്നിവരുടെ അവലോകനക്കുറിപ്പും ഇതോടൊപ്പമുണ്ട്. 1987 ഭഗീരഥ ബുക്സ് ഇത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. കവിതാ സമാഹാരങ്ങളും നോവലും നാടകവും ഉൾപ്പെടെ 43 കൃതികൾ ഇതിനകം ശരവൺ രചിച്ചെങ്കിലും 6 മാത്രമാണ് പുസ്തക രൂപത്തിൽ ഇറങ്ങിയത്. അപ്പുവേട്ടനോട് എന്ന കവിതാ സമാഹാരമാണ് പ്രസിദ്ധീകൃതമായ പ്രഥമ കൃതി. വിഭജിക ബുക്സാണ് പ്രസാധകർ. യാത്രാവിവരണ സാഹിത്യത്തിന് ശരവൺ മഹേശ്വർ സമ്മാനിച്ച റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ശ്രീ C. അച്യുതമേനോൻ പറഞ്ഞതിങ്ങനെ: 15 ദിവസം നിങ്ങൾ പഴയ സോവിയറ്റ് യൂണിയനിൽ ചെലവഴിച്ചപ്പോൾ റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന യാത്രാവിവരണം എഴുതി. അത് ഞാൻ വായിച്ചു. ഈ നിലയ്ക്ക് 1 വർഷം നിങ്ങൾ അവിടെ തങ്ങിയിരുന്നെങ്കിൽ റഷ്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുമായിരുന്നല്ലോ. ഞാൻ കള്ളനല്ല, എന്നാൽ കള്ളനാണ് എന്നതാണ് മറ്റൊരു പ്രധാന സൃഷ്ടി. ഓരോ വ്യക്തിയുടെയും മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്ന 28 കവിതകളാണ് ഇതിലുള്ളത്. നോവലും ചെറുകഥയും കലർത്തിയ പുതിയ തരം രചനയ്ക്കുള്ള ശ്രമമാണ് 48 ഉദയവും 47 അസ്തമയവും എന്ന കൃതി.
കഴിഞ്ഞ 15 വർഷത്തോളം പ്രവാസ ജീവിതം നയിക്കുന്ന ശരവൺ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ 10 പുസ്തകങ്ങൾ ഒറ്റയടിക്ക് പ്രസിദ്ധീകരിക്കാൻ പരിപാടിയുണ്ട്. രചന പൂർത്തിയാക്കി പരിശോധന നടത്തി വരികയാണ്. പ്രവാസ ജീവിതത്തിൻ്റെ നോവ് ഹൃദയസ്പൃക്കായി അവതരിപ്പിക്കുന്ന ശങ്കജം എന്ന നോവലാണ് അവസാനമായി പൂർത്തിയാക്കിയത്. നീണ്ട 8 വർഷത്തെ ശ്രമഫലമായാണ് ഈ നോവൽ എഴുതി പൂർത്തിയാക്കിയത്. ഗ്രന്ഥരചനയ്ക്ക് പുറമെ സിനിമാ നിർമ്മാണം, അഭിനയം എന്നീ രംഗങ്ങളും ശരവണിന് അന്യമല്ല. 1984 കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പിന് വേണ്ടി ശ്രീധരത്തെക്കുറിച്ച് ഒരു രക്തസാക്ഷി കൂടി എന്ന ഡോക്യുമെൻ്ററി ചിത്രത്തിൽ മുഖ്യവേഷമിട്ട ശരവൺ അതിൻ്റെ നിർമ്മാണത്തിലും കാര്യമായ പങ്കുവഹിച്ചു. കൂടാതെ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്ററിയും മോചനത്തിലേക്ക് എന്ന മറ്റൊരു ഡോക്യുമെൻ്ററിയിലും അദ്ദേഹം വർക്ക് ചെയ്തു. അദ്ദേഹം അതിൽ പ്രവർത്തിച്ചു. പ്രശസ്തമായ 15ഓളം നാടകങ്ങളിലും ചെറുതും വലുതുമായ റോളുകൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ സ്വദേശിയായ ശരവൺ ഖത്തറിൽ റാസ് ഗ്യാസിലെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡോക്യുമെൻ്റ് കൺട്രോളറാണ്. ഇത്രയും ഞാൻ ഇവിടെ വിശദമായി വായിക്കാൻ കാരണം 8-10 വർഷം കൊണ്ട് അദ്ദേഹത്തിനെ നിരന്തരം കാണുകയും എപ്പോൾ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ഏത് സദസ്സിൽ വെച്ച് കണ്ടാലും ശരവണ എന്തായി എഴുത്തൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടോ? നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ താമസിയാതെ മലയാളം ന്യൂസിൽ ഒരു പത്രത്തിൽ 1-2 പത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? ഒന്ന് നല്ല രീതിയിൽ വിമർശിച്ചാലോ? നമ്മൾ നല്ലതാണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് തോന്നിയാൽ അതെഴുതുക. ഒരു പാത, ആ പാതയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ മുള്ളും കല്ലും കരടും എല്ലാം കാണും. അതിനെയൊക്കെ അതിജീവിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഉറക്കെ ഒരു ചിരിയാണ്. എപ്പോൾ കണ്ടാലും ചിരിച്ച മുഖത്തോടെ പ്രയാസപ്പെടേണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ വന്ന് ഭവിക്കും. എന്തിനാ വിഷമിക്കുന്നത്? എനിക്കുമൊക്കെ വിഷമമുണ്ട്. അന്ന് ഒരു ജോലിയിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസരമല്ല. വിദ്യാഭ്യാസമുണ്ടെങ്കിലും അർഹിക്കുന്ന തരത്തിലുള്ളൊരു ജോലി കിട്ടാതെ അലഞ്ഞ ആ അനുഭവങ്ങൾ ഇന്നോർക്കുമ്പോൾ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. അന്ന് ആ അവസരത്തിൽ അദ്ദേഹം എൻ്റെ സാഹിത്യ സബരിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് പത്രങ്ങളിലും ഒരുപാട് പേരോടും എൻ്റെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്തു. എന്നിൽ നിന്നും ഒരു പ്രതിഫലവും ഒന്നും ആവശ്യപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത എന്നെപ്പോലെ, ഞാൻ എഴുത്തുകാരനാണല്ലോ, അദ്ദേഹവും എഴുതി വളരണം എന്നുള്ള ഒരു വലിയ ചിന്ത, അത് പറഞ്ഞറിയിക്കാവതല്ല. അത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും എന്നെക്കുറിച്ച് മലയാളം ന്യൂസിൽ എഴുതി പ്രസാധകരെ തേടുന്നു എന്ന് പറഞ്ഞ് ഈ പുസ്തകം അങ്ങനെയെങ്കിലും ഒന്ന് വെളിച്ചം കാണട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. 516 പേജുള്ള ശങ്കജം എന്ന നോവൽ cyberwit.net പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് വിവിധ ഓൺലൈനിലൂടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ 10-15ഓളം ഓൺലൈനിലൂടെ അത് വാങ്ങാനും വായിക്കാനും ഒക്കെ കഴിയും. അത് പ്രസിദ്ധീകൃതമായി. പക്ഷേ അതിന് എത്രയോ നാൾ മുമ്പ് ഈ നോവലിൻ്റെ രചനയിൽ 8 വർഷത്തോളം എടുത്ത ഈ നോവലിൻ്റെ രചനയിൽ അദ്ദേഹം 2001 ജനുവരി 18 എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു മാറ്റർ കൊടുക്കുന്നു, അങ്ങനെയെങ്കിലും ശരവൺ മഹേശ്വരൻ്റെ പുസ്തകം വെളിച്ചം കാണുമോ എന്ന് നോക്കാം. എല്ലാം ശ്രമമല്ലേ ശരവണ, എന്തിനു വിഷമിക്കുന്നു? ഞാൻ പറഞ്ഞു, ശ്രമാനുള്ള പ്രസാധകരെ തേടുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒരു ദുർവ്യാഖ്യാനത്തിന് ഇടവരുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ, എഴുത്തല്ലേ, ഇതിൽ മറ്റൊന്നുമല്ലല്ലോ,
ഏത് പ്രസാധകരാണ്, ഏതെങ്കിലും ഒരു പ്രസാധകർ ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചാൽ അത് ഒരു വലിയ കാര്യം തന്നെയല്ലേ ശരവണ? എന്തിനു വിഷമിക്കുന്നു? ഞാൻ എന്തായാലും ഒരു മാറ്റർ ഞാൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിലെഴുതിയത് ഇങ്ങനെയാണ്: പ്രസാധകരെ തേടുന്നു. അതിലിങ്ങനെയാണ് അദ്ദേഹം കുറിച്ചത്: പ്രവാസ ജീവിതത്തിൻ്റെ വൈകാരികതയെ എടുത്ത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ശങ്കജം എന്ന നോവലിന് ശരവൺ മഹേശ്വർ പ്രസാധകരെ തേടുന്നു. 8 വർഷത്തെ ശ്രമഫലമായാണ് നോവൽ പൂർത്തിയാക്കിയത്. ഖത്തർ ജീവിതത്തിൻ്റെ അവിസ്മരണീയമായ അനുഭവങ്ങളും അബുദാബിയിൽ തങ്ങിയ 4 വർഷത്തെ ജീവിത സാഹചര്യങ്ങളുമാണ് ഈ നോവലിൻ്റെ രചനയ്ക്ക് മുഖ്യ പ്രേരകമെന്ന് ശരവൺ പറഞ്ഞു. ഡോക്ടർ അയ്യപ്പ പണിക്കർ, MT വാസുദേവൻ നായർ, M മുകുന്ദൻ എന്നിവയുടെ അവലോകന കുറിപ്പുകളും അവതാരികയും ഈ നോവലിൻ്റെ സവിശേഷതയാണ്. അവർക്കെല്ലാം അതിൻ്റെ കയ്യെഴുത്ത് പ്രതി അയച്ചു കൊടുത്ത മാസങ്ങളും വർഷങ്ങളും കാത്തിരുന്ന ശേഷം അവരുടെ മറുപടി താമസിക്കുമ്പോൾ പിന്നെയും ഇത് വെച്ച് നീട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അവരുടെ ആമുഖമോ അവതാരികയോ ഇതിൽ ചേർത്തിട്ടില്ല. ഖത്തറിൽ തന്നെ ജോലിയും സാമൂഹ്യ പ്രവർത്തകനും വിശിഷ്യ നല്ലൊരു മനുഷ്യസ്നേഹിയുമായ മലയാളികളായ ഒരുപാട് പേർക്ക് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ VK മോഹനൻ. അദ്ദേഹം ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹമാണ് എൻ്റെ സൃഷ്ടിക്ക് ഒരു കുറിപ്പ് എഴുതി തന്നത്. അതെൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ചേർത്തിട്ടുണ്ട്. നോവലിന് ഇംഗ്ലീഷ് കവിതകൾ രചിക്കുന്ന സലിൻ K ഗോപിനാഥാണ് ആമുഖം കുറിച്ചിട്ടുള്ളത്. അതിൽ വിവിധ ജേർണലുകളിൽ വന്ന ദ ടൈംസിലും മറ്റുള്ളതിലും വന്നിട്ടുള്ള കുറേയധികം കുറിപ്പുകൾ ആ നോവലിൽ പ്രസക്തമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. മരുഭൂമിയുടെ തണുപ്പും ചൂടും സാഹചര്യങ്ങളും അതിജീവിക്കുന്ന പ്രവാസ ജീവിതത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഏടുകളാണ് ശങ്കജം. സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറെ ചോദ്യശരങ്ങളിൽ എഴുതിവിടുന്ന ഈ നോവൽ വിദേശത്ത് കഴിയുന്ന ഓരോ മലയാളിയുടെയും ജീവിതകഥയാണ്. ഗൾഫിലെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഉറക്കിക്കിടത്തിപ്പെട്ട പ്രവാസിയുടെ മോഹഭംഗങ്ങളും വശ്യമായി അവതരിപ്പിക്കുന്ന ഈ നോവലിലെ 35 അധ്യായങ്ങളും വായനക്കാരനെ പിടിച്ചിരുത്താൻ പോകുന്നതാണ്. കവിത, നോവൽ, നാടകം, തിരക്കഥ, ചെറുകഥ, യാത്രാവിവരണം തുടങ്ങി സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വിഹരിക്കുന്ന ഗ്രന്ഥകാരൻ്റെ ഏറ്റവും പുതിയ സൃഷ്ടിയാണിത്. മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ, ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങൾ, ചിന്തയെ സ്പർശിക്കുന്ന അനുഭവങ്ങൾ, ഇവയൊക്കെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആത്മസായുജ്യമാണ് സാഹിത്യ സബരി തുടരാൻ മുഖ്യ പ്രേരകമെന്നും ഇതിൽ നിന്നും യാതൊരുവിധ സാമ്പത്തിക ലാഭവും ഉദ്ദേശിക്കുന്നില്ലെന്നും ദോഹയിൽ ജോലി ചെയ്യുന്ന ശരവൺ പറഞ്ഞു. കവിതാ സമാഹാരങ്ങളും നോവലും നാടകങ്ങളും ഉൾപ്പെടെ 43 കൃതികൾ ഇതിനകം ശരവൺ രചിച്ചെങ്കിലും വളരെ കുറച്ച് മാത്രമാണ് പുസ്തക രൂപത്തിൽ വന്നിട്ടുള്ളത്. 15 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ശരവൺ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ മണ്ണിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ, അമ്മേ ഞാനൊരു കുഞ്ഞാണ്, ഈ ഊഞ്ഞാലിൽ ആടരുത്, സാക്ഷാൽ മനുഷ്യൻ, പത്തായത്തിൽ നെല്ലിടാൻ പറ്റിയ ദിവസം, ഈ മരത്തിൽ ഇത്തിളില്ല എന്നീ കവിതാ സമാഹാരങ്ങളും, ഈ ഭൂമിയിൽ കളം വരയ്ക്കരുത് എന്ന നാടകവും, സ്നേഹിച്ചു തീരാത്ത മനസ്സുമായി എന്ന ചെറുകഥാ സമാഹാരവും, വസന്തം വന്ന വഴിയെ ദൂതുമായി എന്ന എഴുത്തിൻ്റെ പുസ്തകവും പ്രസിദ്ധീകരിക്കാൻ പരിപാടിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ സ്വദേശിയായ ശരവൺ ഖത്തറിലെ റാസ് ഗ്യാസിൽ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്യുമെൻ്റ് കൺട്രോളറാണ്. ഇതെല്ലാം ഇത്രയും നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ കാരണം ഒരു സൃഷ്ടിയുടെ ജനനം അല്ലെങ്കിൽ അതിനനുഭവിക്കുന്ന വേദന അത് മനസ്സിലാക്കണമെങ്കിൽ എഴുത്തുകാർക്കാണ് ഏറെ അത് അനുഭവപ്പെടുക. ഡോക്ടർ അമാനുള്ളയും 10-60ഓളം അറബിക് പുസ്തകങ്ങളും അറബി ഭാഷ എങ്ങനെ പഠിക്കണമെന്നും മറ്റും അദ്ദേഹം നിരന്തരം അവിടുത്തെ മലയാളികളോടും മറ്റുള്ളവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ
അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ ടെക്സാസിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് ഡീലിറ്റ് ബിരുദം ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സ്നേഹത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം. എൻ്റെ ഈ 17 പുസ്തകങ്ങളും അതേക്കുറിച്ച് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഗൂഗിളിലും അങ്ങനെ 9 പേജോളം നിറഞ്ഞ് കവിഞ്ഞു തുളുമ്പുന്ന അഭിപ്രായങ്ങളും പത്രങ്ങളുടെ റിപ്പോർട്ടുകളും അതെല്ലാം ക്രോഡീകരിച്ച് മലയാള ഭാഷയ്ക്ക് നൽകുന്ന സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരവണനും അമേരിക്കയിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റിന് നോമിനേഷൻ കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഇതാണ്: വളരെ സന്തോഷം തോന്നി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കണ്ണുകളിൽ നിന്നും നിറഞ്ഞൊഴുകിയ കണ്ണുനീരിന് മധുരമായിരുന്നു. കാരണം നമ്മുടെ സൃഷ്ടികൾ കൂടുതൽ അംഗീകാരങ്ങളിലേക്ക് പോകുമ്പോൾ അവാച്യമായ ഒരു അനുഭൂതി നമുക്കുണ്ടാകും. പക്ഷെ എൻ്റെ സൃഷ്ടികളെ വിലയിരുത്താനും എന്നെ ഔന്നത്യങ്ങളിൽ എത്തിക്കാനും അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം പ്രോജ്വലമായിരിക്കണം എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ജീവിതത്തിൻ്റെ താളത്തിൽ മേളത്തിൽ പലതവണ വിഷമങ്ങൾ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ ഒന്നിനോടും താല്പര്യം തോന്നിയില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഇന്ന് നിങ്ങളോടിത് പറയുമ്പോൾ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ, ഒരു വലിയ എഴുത്തുകാരൻ, ഒരു ബഹുമുഖ പ്രതിഭ എന്നിൽ നിന്ന് നിസ്സാരം ഒരു ചായയുടെ പോലും ഗുണമില്ലാത്ത എന്നെ എന്തിന് പ്രോത്സാഹിപ്പിക്കണം? എഴുതി തെളിയട്ടെ, അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, യുക്തി പോലെ ചെയ്യട്ടെ എന്ന് ചിന്തിക്കാതെ ഞാൻ വളരുമ്പോൾ നീയും വളരണം, നിന്നെയും ലോകം എഴുത്തിൻ്റെ വേദിയിൽ അംഗീകരിക്കണം എന്നുള്ള ആ വിശാലമായ ചിന്ത ഒരു വലിയ മനുഷ്യസ്നേഹി, അതിലുപരി ഒരു നല്ല എഴുത്തുകാരൻ, ഇന്നും സജീവമായി എഴുത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനെ ഓർക്കാതെ എങ്ങനെ കടന്നുപോകും? 10-16ഓളം അന്താരാഷ്ട്ര പത്രങ്ങളിൽ എൻ്റെ ഇൻ്റർവ്യൂകളും എന്നെക്കുറിച്ചും എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചുമൊക്കെ നിരവധി ലേഖനങ്ങളും നിരവധി കുറിപ്പുകളും ഒക്കെ വന്നു. ഇത് വലിയ ആഢ്യത്വത്തിന് വേണ്ടിയോ അഹന്തയോടെയോ അല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ആദ്യം കിട്ടുന്ന, നമ്മൾ ഒന്നുമല്ലാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം, ഒരു വലിയ വിശിഷ്യ, ഒരു വലിയ ബഹുമതി ലഭിച്ചതുപോലെയാണ് എൻ്റെ ഇൻ്റർവ്യൂകൾ സൗദിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്ന ആ പത്രങ്ങളിലെല്ലാം വന്നപ്പോൾ. അതിന് കാരണഭൂതനായത് ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുമ്പോഴും കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ, കഴിഞ്ഞ കാലത്തെ വേദനകൾ, അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന എഴുത്തും ഭാവനയിലൂടെ മനസ്സിലാക്കുന്ന എഴുത്തും രണ്ടും രണ്ട് തലത്തിലാണ്. കാലത്തിൻ്റെ നെറുകയിൽ ചുംബിച്ച് കടന്നു പോകുമ്പോൾ ഓർക്കാനൊരിടം, ഓർക്കാനൊരാൾ, ആ വലിയ വ്യക്തിത്വത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും
നേർന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.